നിയമപരമായും കായികമായും നേരിടുമെന്നാണ് സ്ക്രിപ്റ്റിനകത്ത്. ഞാൻ ഈ റീടേക്കിൽ എത്ര ടേക്ക് പോയപ്പോഴും ഞാൻ ആദ്യം പറയുന്നത് കായികപരമായും നിയമപരമായും നേരിടുമെന്നാണ്. അവർ 2-3 ടേക്ക് പോത്തൻ ജഷാൻ പറ ചേട്ടാ അത് ബാബു ചേട്ടൻ അങ്ങനല്ലേ പറയുള്ളൂ, പുള്ളി ആദ്യം കായികമായിട്ടേ നേരിടുള്ളൂ. ജോജിയുടെ ഡയലോഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ബേസിലിനാണ്. ബേസിൽ ഇപ്പൊ ഏത് നിലയിലെത്തിയെന്ന് നോക്കൂ. പോത്തൻ സ്കൂൾ എന്ന് പറയുന്നത് ഇതിന്റെ മാസ്റ്റർമാരാണ് ഇവർ. ഞാൻ അതുവരെ വിചാരിച്ചത് എന്റെ ഫസ്റ്റ് ടേക്കാണ് ബെസ്റ്റ് ടേക്ക് എന്നാണ്. ആദ്യത്തെ 3 ടേക്ക് കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല എന്ന് വിചാരിച്ചിരുന്നത് ഞാൻ. അവിടെ ചെന്നപ്പോൾ 20ാമത്തെ ടേക്ക് 22ാമത്തെ ടേക്കും ഒക്കെയാണ് ബെസ്റ്റ് ആയിട്ട് അവർ വെക്കുന്നത്. 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് സെറ്റ് ആവൂല, പോയിക്കളെ വേണ്ട പടം. അത് 15 ടേക്കും 16 ടേക്കും 17 ടേക്ക് കഴിഞ്ഞാൽ കൂളായിട്ട് ഇരുന്നിട്ട് ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഞാൻ പഠിച്ചത് ഈ സ്കൂൾ ഇങ്ങനെയാണ്. അപ്പൊ ആ സ്കൂളും നമ്മൾ പഠിക്കണം. ഞാൻ എന്താ സിനിമയിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, മമ്മൂക്കയുടെ വൈഫായിട്ട് നൻപകലിൽ. അതാണ് എൻ്റെ ഐഡന്റിറ്റി, സിനിമയിലെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. നൻപകലിന്റെ ആ ഒരു ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ നിന്നുള്ള സ്കൂളിംഗ് വെച്ചിട്ട് ഞാൻ കൊറിയോഗ്രാഫി വരെ ചെയ്തിട്ടുണ്ട്. വാശിക്ക് എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒന്ന് പോയി ആ പടം കാണണം, ചേട്ടൻ ആ പറയുന്നിടത്തൊക്കെ ഭയങ്കര ചിരി വരണ്ട ചേട്ടാ, ചേട്ടൻ കോമഡി ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ എന്ത് കോമഡി, ഇവിടെ നമ്മള് ഇടികൊള്ളുക ഓടുക ഇതൊക്കെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമ ആഷിഖ് പ്ലാൻ ചെയ്യുന്നതും. അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ട വേറൊരു കോമഡി ആർട്ടിസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിനെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് ആണ് എന്നെ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. ഞങ്ങളുടെ പ്രൊഡ്യൂസറെ 100 കോടി ക്ലബിൽ കയറ്റണമെന്നാണ്. ക്ലബിൽ കയറിയില്ലെങ്കിൽ തറവാട് 2 കൂടെ വെക്കാനാണെന്നും പറഞ്ഞു. അല്ല, പടം ഇനി എടുക്കും, അതാ ഞാൻ പറഞ്ഞത്. കൊണ്ട് നിർത്തില്ല, സിനിമ എടുക്കും, 2 തറവാട് വെക്കും, വേറെ കിടപ്പുണ്ട്. ലിറ്റിൽ ഹാർട്സിന്റെ വിജയവിശേഷങ്ങളുമായി ബാബുരാജ് ചേട്ടനുണ്ട്, രമ്യ സൂവിയുണ്ട്, പ്രാർത്ഥനയുണ്ട്. ഹായ്. പടം അടിപൊളിയാണ്. നിങ്ങൾ പറയുന്നത് പോലെ തന്നെ കൊച്ചു ഹൃദയമാണ്. എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു കൊച്ചു ഹൃദയം ഉണ്ടെന്ന് അവസാനം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്പേസിൽ വന്ന് നിൽക്കുന്നുണ്ട്. ശരിക്കും സുഖകരമായ ഒരു അനുഭവമാണ് സിനിമ എന്നുള്ളതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ബാബുരേട്ടാ, ഒരു ഘട്ടത്തിന് ശേഷം എനിക്ക് തോന്നുന്നു സോൾട്ട് ആൻഡ് പെപ്പറിന് ശേഷം വന്ന കുറേ സിനിമകളിൽ നിങ്ങളെ ഭയങ്കര രസമായിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യമാണ്. ഇതിനകത്തും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു അന്വേഷിപ്പിൻ കണ്ടെത്തലാണ് അവസാനം ഞാൻ കണ്ടത്. അതിൽ കൂടുതൽ തന്നെ സ്ക്രീൻ സ്പേസും നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. അടിപൊളിയായിരുന്നു. താങ്ക് യു. മദ്യപിച്ചുള്ള സീനുകൾ തമാശയാണ്, ഒരുപക്ഷെ എനിക്ക് മദ്യപാനം ഇഷ്ടമല്ല, പക്ഷേ അതിൻ്റെ ഹ്യൂമർ സാധനം ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് പെർഫോം ചെയ്യുന്ന സമയത്തുള്ള മീറ്റർ അത് ഒരിടത്തും വീണ് പോകത്തില്ല. അങ്ങനെ തന്നെ പിടിക്കാൻ എങ്ങനെയാ പറ്റണേ? കള്ളു പിടിച്ചിട്ട് കള്ളു പിടിക്കണ സംഭവം ചെയ്യാൻ എനിക്ക് പറ്റില്ല, അത് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കള്ളു കുടിക്കാണ്ടാണ് കള്ളു പിടിക്കുന്ന സാധനം. അതിപ്പോൾ ഇവിടെ ഇതിനല്ല ജോജിയിലും അതെ, കള്ളു പിടിച്ച സംഭവങ്ങളെല്ലാം ഞാൻ, കാരണം എനിക്കത് ഞാൻ ഉപയോഗിക്കുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് എവിടെ കൊണ്ട് നിർത്തണം എന്ന് പറയാൻ പറ്റില്ല. നമ്മളല്ലാണ്ട് ഒരു കുടിയനെ പോലെ ചെയ്യുമ്പോൾ നമുക്കതിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തും കാര്യങ്ങൾ. കുറേ സംഗതികൾ വർക്കൗട്ട് ആവും. അത് ഈ ചിരിപ്പിക്കാന്ന് പറയുന്ന കുറച്ച് പാടുള്ള പരിപാടിയാണ്. പക്ഷെ അത് ഇതിനകത്ത് ഒരു ഘട്ടത്തിൽ നമ്മൾ ചിരിച്ചു തുടങ്ങിയതിന് ശേഷം പിന്നെ മസിലില്ലാതെ ചിരിക്കാൻ പറ്റും. അല്ല, എപ്പോഴും ഏത് സിനിമയും അങ്ങനെ തന്നെ. നമുക്ക് ഒരാളെ ചിരിപ്പിച്ചെടുക്കാൻ, ചിരി അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് കിട്ടിക്കോളൂ. അതിപ്പോൾ എല്ലാ ഹ്യൂമർ സിനിമകളുടെയും ഒരു ബേസ് അതാണ്. എവിടെ നിന്ന് ചിരി തുടങ്ങുന്നു എന്നുള്ളതാണ് പ്രശ്നം. ചിരി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ, കാരണം നമ്മൾ വന്നിരിക്കുമ്പോൾ ഇപ്പം നമ്മൾ തന്നെ ഒരു സിനിമ കാണാൻ ഇരിക്കുമ്പോൾ നീ ഒന്ന് ചിരിപ്പിക്കടാ എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കുന്നത്. ചിരി അങ്ങ് പൊട്ടിക്കഴിഞ്ഞാൽ, ചിരി അങ്ങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോയിക്കോളൂ. നിങ്ങൾ അച്ഛൻ മകൻ കോംബോയെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. രമ്യ, ശരിക്കും നൻപകൽ നേരത്തെ മയക്കത്തിലാണ് ഞങ്ങൾ കാണുന്നത്. അതിന് മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു ഷോർട്ട് ഫിലിം ചിരുതയിലോ മറ്റോ, ഷോർട്ട് ഫിലിം അല്ല, ചെറിയൊരു മ്യൂസിക്കൽ ഒരു സാധനമായിരുന്നു. ബേസിക്കലി ഡാൻസർ ആണെന്ന് തോന്നുന്നു. അതേ പറ്റിയിട്ട് പറയാം. പക്ഷെ ഈ ക്യാരക്ടറിനകത്ത് നിങ്ങൾ ലൗഡ്ലി സംസാരിക്കേണ്ട ഒരു സ്ഥലം എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ബോൾഡായിട്ട് കാര്യം പറയേണ്ട സ്ഥലത്തുണ്ട്. അവിടെ ഡബ് ചെയ്തേക്കുന്നത് സൂപ്പറായിട്ടുണ്ട്. ഞാനത് ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്തായിരുന്നു. കാരണം ആ ഇമോഷൻസ് 2 തരത്തിലാണ്. കാരണം കുട്ടിയോട് സംസാരിക്കണമല്ലോ, അപ്പം എനിക്ക് അധികം പറയാൻ പറ്റില്ല, സ്പോയിലർ ആവരുതല്ലോ. അപ്പം ആ സ്പേസിൽ അത്രയെങ്കിലും വേണം. ചിലപ്പം നമുക്ക് അത് അഭിനയിക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമ്മൾ പതിയായിരിക്കും ചെയ്തിരിക്കുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് പോയി, ആ ഡബ്ബിങ് എക്സ്പീരിയൻസ്. ഞാൻ ശരിക്കും ബാബുരാജ് ചേട്ടനോട് താങ്ക്സ് പറയണം. ഇൻ ദ സെൻസ്, ഈ പടത്തിന് ഞാൻ ചിരുത പറഞ്ഞല്ലോ, അതിന്റെ ഡയറക്ടറായിട്ടുള്ള ശ്രുതിയുടെ പടമാണ് B32 മുതൽ 44 വരെ. അപ്പം അവളുടെ പടത്തിൽ ഡബ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് പോയി ചെയ്തിട്ട് വന്നു. ചിലപ്പോൾ അത്ര റിയലിസ്റ്റിക് ആയതുകൊണ്ടോ എന്തോ എനിക്കും അതൊരു ടാസ്ക് ആയിട്ട് തോന്നിയില്ല. അവളിങ്ങനെ പറഞ്ഞു തന്നു. അങ്ങ് പിന്നെ നമ്മളെ ചെയ്യിപ്പിക്കുക എന്നുള്ളതും ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ ഇതിന് ഞാൻ ഫസ്റ്റ് ടൈം ഡബ് ചെയ്യാൻ പോയപ്പോൾ ബാബുരാജ് ചേട്ടനില്ല, ഡയറക്ടേഴ്സ് ഉണ്ട്, ഞാനുണ്ട്. അപ്പൊ ഡബ് ചെയ്ത് വന്നപ്പം ഇവര് എന്നോട് കുറച്ചും കൂടെ ലോ പിച്ചിൽ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആയി. ഒന്നാമത് ഞാൻ അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല.
അപ്പോൾ അങ്ങനെ ആ ഡബ്ബിങ് മൊത്തം കൊളായി. എന്നെ വേണ്ടാന്ന് വെച്ച് ഇവർ വേറൊരാളെ വെച്ച് ഡബ് ചെയ്തു. അതെ. പിന്നെ ബാബുരാജേട്ടൻ പോയി കണ്ടിട്ട് അത് സാൻഡ്രയും പറഞ്ഞു അത് രമ്യ ഒന്നും കൂടെ രമ്യ ട്രൈ ചെയ്യുന്നോന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ബാബുരാജേട്ടൻ ഒരു ദിവസം വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ ചെയ്ത് കൊളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ചേട്ടൻ സ്റ്റുഡിയോയിലുണ്ട്. പിന്നെ നീ വാ നമുക്കൊന്ന് നോക്കാം എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ചെന്നിട്ട് ആക്ച്വലി അതിൽ ഡബ് ചെയ്തിരിക്കുന്നത് ഞാൻ എന്താണോ ശരിക്കും പറയുമ്പം നമ്മളെ ഇമോഷണലി സംസാരിക്കുമ്പം എന്താണോ ഞാൻ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത്. അത് തന്നെ ഞാൻ കോപ്പി ചെയ്ത് എൻ്റെ തന്നെ ശബ്ദം കോപ്പി ചെയ്തത്. അല്ലാണ്ട് ഡബ്ബിങ്ങിൽ കയറ്റി പിടിക്കുക അതൊക്കെ ഇനി വേണം എനിക്ക് പഠിക്കാൻ. അതിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. കാരണം ഡാൻസിന് ശബ്ദം ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ ബാബുരാജേട്ടൻ ഹെൽപ്പ് ചെയ്തു. രമ്യയുടെ ഒരു വളരെ പെക്യുലർ ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പൊ നമ്മള് അപ്പൊ അതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പണ്ടൊക്കെ സമയം ചിലപ്പോ എന്റെ വൈഫിനെ കൊണ്ടൊന്നും ഡബ്ബിക്കില്ലായിരുന്നു അന്ന്. വാണിയുടെ സൗണ്ടൊക്കെ ഭയങ്കര, പക്ഷെ ഇപ്പൊ അതായി സ്റ്റൈല്. പണ്ടെല്ലാം കിളിനാദം വേണം എന്നുള്ള മസ്റ്റാണ്. അപ്പൊ അതുകൊണ്ട് വാണിയുടെ ശബ്ദമൊന്നും അന്ന്, പക്ഷെ ഇന്നിപ്പോ വരുന്ന സിനിമകളെല്ലാം അങ്ങനെയായി മാറി. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിന്റെ ശബ്ദം നമ്മളത് കേട്ടപ്പോൾ അത് കൊള്ളാം. ഇപ്പൊ ഡയറക്ടർമാർക്ക് ഇഷ്ടം അതാണ് സംഭവം. പക്ഷെ എന്ന് വെച്ചാൽ ഈ ഡബ്ബിങ് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ വെച്ചാൽ ചില തിങ്സ് ഒക്കെ കിട്ടാൻ വലിയ പണിയാണ്. അതിന് കുറെ ടെക്നിക്സ് ഉണ്ട്. അത് ഇന്ന പോലെ പറഞ്ഞാൽ അത് കിട്ടും, ഇങ്ങനെ പോലെ പറഞ്ഞാൽ കിട്ടും. അപ്പൊ അത് സമാധാനമായിട്ട് പറഞ്ഞു കൊടുക്കണം, അത്രേ ഉള്ളൂ സംഭവം. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെ പറഞ്ഞാൽ അതല്ല, അത്രയും പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് പറയൂ, പറഞ്ഞിട്ട് നമുക്ക് അത് പിടിച്ചുപിടി ഇടാം, അങ്ങനെയൊക്കെ പറഞ്ഞ് ചെയ്യിച്ച സംഭവം. പക്ഷെ അത് കഴിഞ്ഞപ്പം സാന്ദ്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഈ ശബ്ദം മതി, ഈ ശബ്ദം മതി. കാരണം അദ്ദേഹം ചെയ്ത ഇമോഷണലായിട്ട് ചെയ്ത, ഇപ്പൊ താങ്കൾ ചോദിച്ചത് തന്നെ വളരെ രസമുള്ള ഒരു ഇതാണ്. കാരണം മകളോട് പറയുന്നുണ്ടല്ലോ, ആ പറയുന്ന സംഭവമൊക്കെ അത് ഭയങ്കരമായിട്ട്, കാരണം അവരുടെ ദുഃഖവും അവരുടെ സങ്കടവും അന്ന് ഇവിടെ വിട്ട് പോകരുതെല്ലാം കൂടിയുള്ള സംഭവം അത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എപ്പോഴും അത് അവർ തന്നെ ചെയ്താൽ വളരെ മനോഹരമായിരിക്കും. പക്ഷെ അദ്ദേഹം അത് നന്നായിട്ട് ചെയ്യുകയും ചെയ്തു. അത് അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഏറ്റവും ക്രൂഷ്യൽ സ്റ്റേജ് ആണത്. ആ സീന് വീണു പോയി കഴിഞ്ഞാൽ പടത്തിനെ ബാധിക്കുമായിരുന്നു. പ്രാർത്ഥന ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി ആദ്യഘട്ടത്തിൽ നിന്നൊരാളാണ്. ഞങ്ങളുടെ കൊച്ചു ഹൃദയത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിന്ന. പക്ഷെ നിങ്ങൾ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ക്യാരക്ടറിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ വന്ന് നിൽക്കുന്ന സ്ഥലത്തൊന്നും ഒരു സ്ഥലത്തും തെറ്റിപ്പോകുന്നില്ല. വളരെ അത് ആണ് ആ ക്യാരക്ടറിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ നിങ്ങൾ മാറുന്ന സ്ഥലം മാത്രമാണ് എനിക്ക് ആ ഷിഫ്റ്റാണ് കുറച്ചുകൂടെ ടൈം എടുത്ത് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പക്ഷേ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടിലും നിങ്ങൾ ചെയ്തായിരുന്നു. ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കുമ്പോൾ ടെൻഷനൊന്നും ഇല്ലായിരുന്നു? ടെൻഷൻ മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത എല്ലാവരും ഭയങ്കര എന്നെക്കാട്ടും വലിയ സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഭയങ്കര നെർവസ് ആയിരുന്നു ആദ്യം സെറ്റിൽ പോയ സമയത്ത്. പക്ഷേ എല്ലാ കോസ്റ്റാർസും എന്നെ ഇപ്പോൾ ബാബുരാജുകളായാലും രമ്യ ചേച്ചി ആയാലും എല്ലാവരും എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കംഫർട്ട് സോൺ എനിക്ക് തന്നു. അപ്പോൾ വർക്ക് ചെയ്യാൻ ഭയങ്കര രസമായിരുന്നു. അതിലൊരു സീനിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സോഡ സർബത്ത് കുടിക്കുന്നില്ല രണ്ടുപേരും കൂടെ. അതിനകത്ത് നിങ്ങളാണ് ഓർഡർ ചെയ്യുന്നത്. അത് ബാബുചേട്ടൻ്റെ ക്യാരക്ടർ പുറകിൽ നിൽക്കുകയാണ്, ഇല്ലെങ്കിൽ അതാണ് അതിൻ്റെ സീൻ എന്ന് പറയുന്നത്. നിങ്ങളാണ് അത് ലീഡ് ചെയ്യുന്നത് ആ സമയത്ത്. പക്ഷെ എനിക്ക് ആ സമയത്താണ് ഇഷ്ടപ്പെട്ടത്. ശരിക്കും ഇയാൾക്കത് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ല. പക്ഷെ ആ ക്യാരക്ടർ ആ സ്പേസിൽ നിൽക്കുമ്പോൾ ഒരു പ്രേക്ഷകന് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഓർഡർ ചെയ്യുന്ന കപ്പാസിറ്റിയില്ലേ, ഇയാൾ ബോൾഡാണ് എന്നുള്ള സാധനം കാണിക്കാൻ ഭയങ്കര രസമുണ്ട്. അതുകൊണ്ട് തന്നെ ആ കഥയിൽ നിങ്ങളുടെ ക്യാരക്ടറിന് ആദ്യമേ തന്നെ ഒരു ബോൾഡ്നെസ് ഉണ്ട്. അതാണ് ഞങ്ങളെ കൊഴുക്കിരുന്നത് കേട്ടോ. അപ്പനോട് പറയുന്ന കാര്യം അതാണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കാര്യം. കാരണം അപ്പനോട് ഇദ്ദേഹം ലാസ്റ്റ് പറയുന്നുണ്ടല്ലോ, സ്പോയിലറായിട്ട് പോകണ്ട. അത് എനിക്ക് ആ ഏരിയ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് അദ്ദേഹത്തിൻ്റെ. അത് കറക്റ്റാണ്. കാരണം എന്താ വെച്ചാൽ ഇത്തരം ക്യാരക്ടേഴ്സ് ഭയങ്കര സുഖമാണ് നമുക്ക്. ഇങ്ങനെയുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ ഉണ്ടല്ലോ, പിന്നെ ഈ സിനിമ കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയം, ഈ വിഷയം നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് ബോൾഡായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു ഹാപ്പിനെസ് ഉണ്ട്. നമ്മൾ മനുഷ്യരെ എല്ലാവരെയും നമ്മുടെ എല്ലാം കൊച്ചു ഹൃദയമാണെന്നുള്ള അതും സിനിമ ആ തരത്തിൽ തന്നെ കൊണ്ടുവരുന്നുണ്ട്. ആരും ഇതിൽ നിൽക്കുന്നവരൊന്നും ക്രൂരന്മാരല്ല എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് ഭയങ്കര രസമല്ലേ. അത് ശരിക്കും എന്താണ് നമ്മുടെ സൊസൈറ്റിയിൽ പലപ്പോഴും ഈ ഒരു കാര്യം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഒരു ഹ്യൂമൻ ബീങ്ങിന് വേണ്ട ടൈം എല്ലാവരും ഡിഫറെൻ്റ് ആണല്ലോ. അപ്പം സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ഇപ്പം എസ്പെഷ്യലി എൻ്റെ അമ്മ ഞങ്ങൾ കുട്ടിക്കാലത്ത് ചിന്തിച്ച പോലെയല്ല ഇപ്പം ചിന്തിക്കുന്നത്. ഇപ്പം പുള്ളിക്കാലത്ത് ഞങ്ങളോട് ചോദിച്ച് ലേൺ ചെയ്യാണ് ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണ്, അങ്ങനെയാണോ, ശരിയാണ്, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലേ, ഇങ്ങനെയല്ലേ. അപ്പോൾ ആളുടെ പേരക്കുട്ടികളോട് ഇപ്പം ഭയങ്കര ഫ്രീ ആണ്. അപ്പം പലപ്പോഴും നമ്മൾ ഈ പറയുമല്ലോ, പേരക്കുട്ടികളുടെ അടുത്ത് അപ്പൂപ്പനമ്മമാർ ഫ്രീ ആവുന്നുണ്ട്, പക്ഷെ ഞങ്ങളോട് അങ്ങനെ ആയിരുന്നില്ല. കുറേ ട്രോൾസ് ഒക്കെ വരാറുണ്ട് അതും പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ തന്നെ എനിക്ക് എൻ്റെ അമ്മയിലൂടെ കാണാൻ പറ്റുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അമ്മ ചേഞ്ച് ആവുകയാണ്. ശരിയാ, എന്തിനത്ര ഹാർഡ് ആവുന്നത്, ഇതിനെന്താ പ്രശ്നം, അതിനെന്താ പ്രശ്നം. റീസെൻ്റ്ലി കാതൽ കണ്ടപ്പോൾ കൂടെ
അമ്മ പറഞ്ഞു ശരിയാ ഇത് ഇങ്ങനെ കാണിച്ചത് കൊണ്ട് എനിക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റി. അതായത് റിയൽ ലൈഫിലെ കാര്യമാണ് അമ്മ പറയുന്നത്, അല്ലാണ്ട് ഒരു സിനിമ കണ്ടിട്ടുള്ള അത് അങ്ങനെയല്ല പറയുന്നത്. കാരണം അങ്ങനെ ഒരു സിനിമയിലൂടെ വന്നപ്പോൾ അമ്മക്ക് റിയാലിറ്റിയിലേക്ക് അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. അപ്പം അങ്ങനെയുള്ള മനസ്സിലാക്കലിന് എടുക്കുന്ന സമയമാണ് എന്താ പറയുക അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. ഓക്കെ, ചില ഹ്യൂമൻ ബീങ്സിന് ഇത് മനസ്സിലാവാൻ കുറച്ചും കൂടെ സമയം എടുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് സ്പേസ് ഇട്ട് കൊടുത്താൽ എല്ലാവരും ഈ പറയുന്ന കുഞ്ഞി ഹൃദയങ്ങളാവുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളുടെ അച്ഛൻ മകൻ റിലേഷൻഷിപ്പ് നമ്മൾ ഒരുപാട് കൈകാര്യം ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇത് ആധുനിക കാലഘട്ടത്തിൽ അച്ഛൻ മകനെയാണ് ഇതിനകത്ത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ സിനിമയും മാറി, നമ്മുടെ കാലവും മാറി. ഇത് കുറച്ചുകൂടെ ആധുനിക കാലഘട്ടത്തിൽ നമ്മളൊരു അച്ഛനെയും മകനെയും കണ്ടാൽ എങ്ങനെയിരിക്കും എന്നുള്ളതാണ്. കോംബോ നല്ല രസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ഈ നമ്മുടെ ഷെയ്നെ ഒരു ആക്ടറായിട്ട് അടുത്ത് കിട്ടുമ്പോൾ? അല്ല, ഷെയ്ൻ എന്ന് പറഞ്ഞാൽ ഷെയ്ൻ വളരെ കുട്ടിക്കാലത്ത് എനിക്കറിയാം, അബിയുടെ മകനാണല്ലോ. അബിയെ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷെയ്നെ സംബന്ധിച്ചിടത്തോളം ഷെയ്ൻ ഞങ്ങൾ ഇത് തുടങ്ങി ഒരു ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ സെറ്റായി ഇതിനകത്ത് എന്ന് വെച്ചാൽ ഈ അപ്പൻ്റെ ക്യാരക്ടർ ശരിക്കും മകനാണ്, മകൻ്റെ ക്യാരക്ടർ അപ്പനാണ്. ഇയാളാണ് അപ്പനാണ് മൊത്തത്തിൽ ഈ ആവശ്യങ്ങളുടെ ആള് മൊത്തം. അപ്പോൾ അത് പിന്നെ പല കാര്യങ്ങളും നമ്മൾ അതിനകത്ത് ചേർന്നിരുന്ന് വർക്കൗട്ട് ചെയ്തിട്ടുള്ള ചിരി ഉണ്ടാക്കുക എന്നുള്ളതാണ് സംഭവം. അപ്പോൾ ഇതിനകത്ത് ഡയറക്ടറായാലും അതിൻ്റെ റൈറ്റേഴ്സ് ആയാലും എല്ലാം അവർ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റ് തന്നെ നമ്മൾ അവിടെ നിന്ന് 3-4 പ്രാവശ്യം പറഞ്ഞ് അങ്ങനെ ഒരു സംഭവത്തിലേടാക്കിയിട്ടാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമുക്ക് അതിനകത്തൊരു 1-2 ദിവസം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പണി ഇത് തന്നെയായി. അത് സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചേട്ടാ നമുക്കത് അങ്ങനെ ചെയ്യാം, അത് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ആക്കിയിട്ടുള്ളൊരു ഇതാണ്. അപ്പം അങ്ങനെ ഒരു കാരണം ഈഗോ ഇല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. നമുക്ക് എന്തും പറയാം, അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും ഇതവാ നല്ലത് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്, അതൊക്കെ വലിയ കാര്യമാണ്. അതാണ് ഇതിൻ്റെ ഒരു വിജയം. ഈ വിജയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അതിന് മുമ്പുള്ള ഇന്റർവ്യൂസിൽ പറഞ്ഞ എന്താന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പ്രൊഡ്യൂസറെ 100 കോടി ക്ലബിൽ കയറ്റണമെന്നാണ്. ക്ലബിൽ കയറിയില്ലെങ്കിൽ തറവാട് 2 കൂടെ വെക്കാനുണ്ടെന്നും പറഞ്ഞു. അല്ല, പടം ഇനി എടുക്കും, അതാണ് ഞാൻ പറഞ്ഞത്. കൊണ്ട് നിർത്തില്ല, സിനിമ ഇനി എടുക്കും, 2 തറവാട് വെക്കും, വേറെ കിടപ്പുണ്ട്. അല്ല, സാന്ദ്ര അങ്ങനെ ഒരു സാന്ദ്ര സിനിമ എന്ന് പറഞ്ഞാൽ സാന്ദ്രയുടെ രക്തത്തിൽ സിനിമയാണ്. വിജയപരാജയങ്ങളൊന്നും പ്രശ്നമല്ല. കാരണം നല്ല സിനിമകൾ ഉണ്ടാക്കണം, നല്ല കണ്ടന്റുള്ള സിനിമ ഉണ്ടാക്കണം. അത് ഇതുപോലെ വ്യത്യസ്തങ്ങളായ പ്രമേയങ്ങൾ ചർച്ച ചെയ്യുന്ന സിനിമ ഉണ്ടാക്കണം. ഇപ്പൊ ഈ സിനിമ തന്നെ GCCയിൽ നിരോധിക്കുക എന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു ഏരിയയിൽ എമൗണ്ട് പോയി സാന്ദ്രയ്ക്ക്. പക്ഷെ അങ്ങനെയല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇത് വേണം എന്നുള്ള ചിന്താഗതിക്കാരിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഹസ്ബൻഡും അതെ, അച്ഛൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു അച്ഛനല്ലേ? പിന്നെ സൂപ്പർ അച്ഛൻ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സിനിമയിൽ നമ്മൾ കണ്ടിടത്തോളം ഞാനതിന്റെ എൻഡ് പോർഷൻ ആയപ്പോഴേക്കും ഞാൻ ചെന്ന് കണ്ട എനിക്ക് എല്ലാ ഇതും വർക്കൗട്ടായി. വെറുതെ നമ്മൾ പുറത്ത് പറയുന്ന ഡയലോഗിന് പോലെ ചിരിയുണ്ട്. കാരണം ഇപ്പൊ ഇതിനകത്ത് നമ്മൾ വിചാരിക്കാത്ത സ്ഥലത്തും ചില ക്യാരക്ടർ ഇപ്പൊ പവർ ബായ് എന്നൊക്കെ പറഞ്ഞ് ചെയ്തിരിക്കുന്നത് അദ്ദേഹമൊക്കെ പറയുന്നത് ഭയങ്കര ചിരിയാണ്. മതിലിന്റെ അവിടെ നിന്ന് പറയുന്ന ആ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, അത് കണക്റ്റഡ്. നമ്മൾ ആ സമയത്ത് അയാളുടെ മനസ്സ് നമുക്കറിയാലോ, ഈ ഷൈൻ്റെ കഥാപാത്രത്തിന്റെ മനസ്സ് നമുക്കറിയാലോ. അപ്പൊ എന്ത് പറഞ്ഞാലും അയാൾക്ക് കൊള്ളും, റിഫ്ലക്ട് ചെയ്യുമെന്ന് അറിയാലോ. ഈ സിനിമ സ്പോയിലർ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര ബുദ്ധിമുട്ടി പറയുന്നത്. ഇല്ലെങ്കിൽ ഈ കോമഡിയൊക്കെ നിങ്ങൾ തിയേറ്ററിൽ ആസ്വദിക്കും. എന്നിട്ട് നമുക്ക് രണ്ടാമത് പറയാം. ബാബുരേട്ടൻ്റെ ഒരു കാലമുണ്ട്, പോലീസായിട്ടും ഗുണ്ടായിട്ടും ഒക്കെ വിലസിയ ഒരു കാലമുണ്ട്. അത് വലിയൊരു കാലമാണ്, വലിയൊരു കാലമാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ സോൾട്ട് ആൻഡ് പെപ്പറിൽ ഞങ്ങൾ പാചകക്കാരനായിട്ട് കാണുന്ന സമയത്ത് ഈ മനുഷ്യൻ വേറൊരു ലെവൽ മനുഷ്യനായി മാറുകയാണ്. എന്ന് വെച്ചാൽ ആ ക്യാരക്ടറിലൂടെ നമ്മുടെ മനസ്സിനകത്തേക്ക് വരികയാണ്. അതിപ്പോൾ ക്യാരക്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്യാരക്ടർ ഭയങ്കര സുഖമായിട്ട് അനുഭവപ്പെടുമ്പോൾ ഞങ്ങൾ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ ഞങ്ങൾ വിട്ടിട്ടില്ല കേട്ടോ. പിന്നെ ജോജിയിൽ വന്നിട്ടൊരു പെർഫോമൻസിൻ്റെ ഒരു ആർക്കുണ്ട്. അത് കണ്ടപ്പോൾ എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തി. ഇനി വരാൻ പോകുന്ന കുറേ സിനിമകളിൽ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് വേണമെന്നാണ് ഒരു റിക്വസ്റ്റ്. എങ്കിലും ആ സോൾട്ട് ആൻഡ് പെപ്പറിൽ ആഷിഖ് കപൂർ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നോ ഇങ്ങനെ ഒരു ക്യാരക്ടർ ആയിരിക്കും? സോൾട്ട് ആൻഡ് പെപ്പറിന് മുമ്പ് ഞാൻ ആഷിഖ് കപൂറിൻ്റെ ഒരു പടം ചെയ്തിരുന്നു, ഡാഡി കൂൾ എന്ന് പറഞ്ഞ പടം. ഡാഡി കൂൾ. അപ്പോൾ ഈ ഡാഡി കൂൾ എന്ന് പറഞ്ഞ പടത്തിനകത്ത് ഞാൻ മമ്മൂക്കയുടെ കൂടെ ഒരു പോലീസ് ഓഫീസറാണ്. പക്ഷെ ഞാനത് ഓരോ സമയത്തും ഞാൻ വെറുതെ ഇരിക്കും. ഞാൻ പണ്ട് മുതലേ ഈ വില്ലൻ വേഷങ്ങളും നിങ്ങൾ പറയുന്ന ഗുണ്ടാ വേഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും കിട്ടുന്ന സമയത്ത് ചിരിക്കുക, അല്ലെങ്കിൽ ചിരിപ്പിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ പരിപാടി. കാരണം ഞങ്ങളുടെ ഗ്രൂപ്പിലിരുന്നിട്ട് അതാണ്. അപ്പം ഞാൻ ഈ ക്യാരക്ടർ ചെയ്ത് തന്നപ്പോൾ അത് ഹ്യൂമറായിപ്പോയി. അപ്പോൾ ആഷിഖ് കപൂർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ചേട്ടാ അങ്ങനെ പറഞ്ഞു ചേട്ടാ, അതിനകത്ത് ഇപ്പോഴും ഉണ്ട് പോക്ക് ഭാര്യയ്ക്ക് വീക്ക് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര തിയേറ്ററിൽ ഭയങ്കര ചിരി വന്നു. ഞാൻ കണ്ടില്ല അത്. അപ്പോൾ ആഷിഖ് എന്നെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ഒന്ന് പോയി ആ പടം കാണണം, ചേട്ടന് ആ പറയുന്നിടത്തൊക്കെ ഭയങ്കര ചിരി വരുന്നുണ്ട് ചേട്ടാ, ചേട്ടൻ കോമഡി ട്രൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇവിടെ എന്ത് കോമഡി, ഇവിടെ നമ്മൾ ഇടി കൊള്ളുക, ഓടുക, ഇതൊക്കെ തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സോൾട്ട് ആൻഡ് പെപ്പർ എന്നുള്ള സിനിമ ആഷിഖ് കപൂർ പ്ലാൻ ചെയ്യുന്നതും അതിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ചെയ്യേണ്ട വേറൊരു
കോമഡി ആർട്ടിസ്റ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് ആണ് എന്നെ അതിനകത്ത് ഫിക്സ് ചെയ്യുന്നത്. അപ്പം ഞാൻ ചെയ്ത് കഥ പറയാൻ ചെന്നപ്പോൾ തന്നെ ഞാനവിടെ കുക്കിംഗ് ആണ്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഞാൻ അതിനകത്ത് കുക്കായിട്ടാണ് അഭിനയിക്കണേന്ന്. അപ്പോൾ അതൊക്കെ നിമിത്തങ്ങൾ എന്ന് പറയാം. പക്ഷെ ഇതുപോലെ തന്നെ അവിടെ ചെന്നു നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ അതിനകത്ത് ആ ക്യാരക്ടർ ഭയങ്കര ഒരു കുറച്ച് സ്ത്രൈണത കൂടുതലുള്ള ക്യാരക്ടറായിരുന്നു. പക്ഷെ അത് നമ്മൾ കുറച്ചിട്ട് കാരണം അത്ര വേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കി ചെയ്തതാണത്. അത് ഭാഗ്യം കൊണ്ട് അത് ജനം സ്വീകരിച്ചു. പിന്നെ അതിന് ശേഷം കുറേ നാൾ ഞാൻ കോമഡി തന്നെ ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിൽ നിന്നും എനിക്ക് ഒരു മാറ്റം വേണ്ടി വന്നു. അപ്പം നമ്മളെപ്പോഴും കോമഡി ചെയ്ത് നമ്മളൊരു ക്യാരക്ടറിൽ നിന്ന് വേറെ ക്യാരക്ടറിലേക്ക് മാറാൻ ആഗ്രഹിച്ചാൽ അതിനകത്ത് കുറച്ച് നാളത്തൊരു ഗ്യാപ്പും വരും. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പിന്നെ വന്നിട്ടാണ് പിന്നെ നമ്മൾ അവരുടെ തന്നെ ടീം പരീക്ഷിച്ചാണ് ജോജി. അപ്പോൾ ഇവരുടെയൊക്കെ പരീക്ഷണങ്ങൾ നിന്ന് കൊടുക്കലും അത് വിജയിക്കലുമാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. ആ ജോജിയിൽ ഒറ്റ ഡയലോഗ് അത് എനിക്ക് ഞാനത് ഓർക്കുന്നില്ല സാർ. കാരണം ജോജിയിലെ ഡയലോഗിൽ ഏറ്റവും കൂടുതൽ ആ ജോജിയിലെ ഡയലോഗ് കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടായത് ബേസിലിനാണ്. ബേസിൽ ഇപ്പൊ ഏത് നിലയിലെത്തിയെന്ന് നോക്കൂ. അതിനകത്ത് നമ്മുടെ ഞാൻ പറഞ്ഞ ഡയലോഗിൽ ബേസിൽ അച്ഛനാണ്. മറ്റേ ഞാൻ ആ ഡയലോഗ് വിട്ടുപോയി, പെട്ടെന്ന് ചോദിച്ചപ്പോൾ മറന്നു. ഡയലോഗ് ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവരെ ഇനി കായികമായും നിയമപരമായും നേരിടും. അതിനകത്തൊരു രസമുണ്ട്. ഈ നിയമപരമായും കായികമായും നേരിടും എന്നാണ് സ്ക്രിപ്റ്റിനകത്ത് ഈ പുഷ്കർ എഴുതിക്കൊണ്ട് വന്നത്. ഞാൻ ഈ റീടേക്കിൽ എത്ര ടേക്ക് പോയപ്പോഴും ഞാൻ ആദ്യം പറയുന്നത് കായികപരമായും നിയമപരമായും നേരിടുമെന്നാണ്. അവർ 2-3 ടേക്ക് കഴിയുമ്പോൾ പോത്തൻ ഞാൻ പറഞ്ഞു ചേട്ടാ അത് ബാബു ചേട്ടൻ അങ്ങനല്ലേ പറയുള്ളൂ, പുള്ളി ആദ്യം കായികമായിട്ടേ നേരിടുള്ളൂ, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ ആ ഡയലോഗ് ആ സമയത്ത് ഭയങ്കരമായ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ നിന്നും നേരെ ബേസിൽ പിന്നെ നമ്മൾ കാണുന്നത് ബേസിൽ നായകനായിട്ടൊരു പടം ചെയ്യുന്നതാണ് അവരുടെ തന്നെ ഇതിനകത്ത് പടം. അപ്പോൾ ബേസിൽ ഇപ്പോൾ എവിടെ എത്തി നോക്കൂ. അപ്പോൾ വേറെ ലെവൽ സിനിമ അങ്ങനെയാണ്. അതിൽ പക്ഷെ അതിന്റെ സെക്കൻഡാണ് മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരെ എന്ന് പറയുന്ന സാധനമാണ്. അതെ. അതുപോലെ തന്നെ ബേസിലിന്റെ അടുത്ത് ഞാൻ പോയിട്ട് മറ്റേ കൊടിമരത്തിന്റെ കാര്യം പറഞ്ഞിട്ട് വേണം നിന്ന് കഞ്ചാണ്ട് പാടാന്ന് പറഞ്ഞ് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് നമ്മുടെ ജോജിനെ വിളിച്ചിട്ട്. അതൊക്കെ ചില സിനിമകൾ അങ്ങനെ സംഭവിക്കുന്നതാണ്. ജോജിയുടെ ഒരു ആക്ടിങ് അനുഭവം എന്തായിരുന്നു? കാരണം ദിലീഷ് പോത്തൻ സ്കൂൾ എന്ന് പറയുന്നത് ഒരുപാട് പേരെ ഇങ്ങനെ മോൾഡ് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ആൾ കൂടിയായിരുന്നു ദിലീഷ് പോത്തൻ. അപ്പം അങ്ങനെ ഒരു സിനിമയിലെ ഭാഗമാകുമ്പോൾ എന്തായിരുന്നു അവിടെ കാണിച്ച ഒരു ആക്ടിങ്ങിന്റെ മാറ്റം? നമുക്ക് ഒരു ഡയറക്ടർ മറ്റൊരു ഡയറക്ടറിൽ നിന്ന് വ്യത്യസ്തനാവുന്നത് ഫൈൻ ട്യൂണിങ്ങിലാണ്. എല്ലാവർക്കും ഒരു അഭിനയത്തിൻ്റെ കഴിവുണ്ട്, അതിൻ്റെ ഒരു റേഞ്ച് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഫൈൻ ട്യൂണിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ഡയലോഗ് പറയുമ്പോൾ അത് കൈയെടുക്കാണ്ട് പറയുന്നതും കൈയെടുത്ത് പറയുന്നതും അത് കണ്ണടയ്ക്കാണ്ട് അതിന് അങ്ങനെ ഉള്ള വ്യത്യാസമുണ്ട്. അതിന് ഇമ്പാക്റ്റ് കൂടും. അപ്പോൾ ഈ പോത്തൻ എന്നൊക്കെ പറഞ്ഞാൽ പോത്തൻ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മാസ്റ്റർമാരാണ് ഇവർ. അപ്പോൾ അവർ ചേട്ടാ അത് അങ്ങനെ പറയണ്ട, ചേട്ടാ കൈയെടുക്കാണ്ട് ചേട്ടൻ ഡയലോഗ് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പവർ കൂടുകയാണ്. അല്ലെങ്കിൽ ചേട്ടനാ പറയുമ്പോൾ ചേട്ടൻ ലാസ്റ്റ് കണ്ണടയ്ക്കണ്ട, അല്ലെങ്കിൽ ചേട്ടൻ അവസാനം ചിരിച്ചാൽ മതി. ഇതാണ് ഫൈൻ ട്യൂണിങ്. ഇതിനകത്ത് ഇവർ മാസ്റ്റേഴ്സാണ്. മറ്റേ നമുക്ക് നമ്മൾ ഏത് പടത്തിൽ പോകുന്നു ഡയലോഗ് വരുന്നു, നമ്മൾ നിറച്ച് ഡയലോഗ് വരുന്നു പോയി നമ്മൾ ഹാപ്പി അവരും ഹാപ്പി, അതിലല്ല. അപ്പം ഇങ്ങനെയുള്ള ആൾക്കാരുടെ പടം ചെയ്യുമ്പോഴാണ് നമ്മളതിൻ്റെ വ്യത്യസ്ത മനസ്സിലാവുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് തന്നെയല്ല. പിന്നെ ഞാൻ അതുവരെ വിചാരിച്ചത് എൻ്റെ ഫസ്റ്റ് ടേക്കാണ് ബെസ്റ്റ് ടേക്ക് എന്നാണ്. ആദ്യത്തെ 3 ടേക്ക് കഴിഞ്ഞാൽ പിന്നെ കൊള്ളൂല എന്ന് വിചാരിച്ചിരുന്നത് ഞാൻ അവിടെ ചെന്നപ്പോൾ 20ാമത്തെ ടേക്ക് 22ാമത്തെ ടേക്കും ഒക്കെയാണ് ബെസ്റ്റായിട്ട് അവർ വെക്കുന്നത്. കാരണം നമ്മുടെ കുഴപ്പം കൊണ്ട് മാത്രമല്ല, കാരണം പുതിയ ആൾക്കാർ കണ്ടമാനം ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഇത് ചെയ്യുമ്പോഴോ പക്ഷെ ഞാൻ ആദ്യം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് സെറ്റാവില്ല, പോയിക്കളെ വേണ്ട, പടം മതിയാക്കാം എന്നൊക്കെ ഞാൻ ഉണ്ണിമായോട് പറഞ്ഞു. പക്ഷെ അതിനായിട്ട് ഫഹദിൽ വന്ന് ഫഹദ് കാണിക്കുന്നുണ്ടപ്പോൾ ഫഹദ് 15 ടേക്കും 16 ടേക്കും 17 ടേക്ക് എടുത്ത് കഴിഞ്ഞാൽ കൂളായിട്ട് ഇരുന്നിട്ട് ഓക്കെ നെക്സ്റ്റ്. അപ്പോൾ ഞാൻ പഠിച്ചു ഈ സ്കൂൾ ഇങ്ങനെയാണ്. അപ്പോൾ ആ സ്കൂളും നമ്മൾ പഠിക്കണം. ഞാനതുവരെ പഠിച്ചിട്ടുണ്ടായില്ല. അപ്പം ഇപ്പം നമുക്കത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ നമ്മൾ. യങ്സ്റ്റേഴ്സ് അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവർ വീഴുന്ന സിനിമയിലേക്ക് ഇല്ല. ഇപ്പോൾ ഒരു 25 വയസ്സ് അല്ലെങ്കിൽ ഒരു 28 വയസ്സൊക്കെ പ്രായമുള്ള പിള്ളേരെന്ന് പറഞ്ഞാൽ അവർ കണ്ടത് സിനിമയാണ്. അവർക്ക് മൊബൈലിൽ സിനിമ എടുക്കാം, ഒക്കെ വീഡിയോ എന്താണെന്നറിയാം, ക്യാമറ. നമ്മൾ പറഞ്ഞപ്പോൾ അതില്ലല്ലോ. നമ്മൾ കേട്ടിരിക്കുന്ന കഥ പൈപ്പ് വെള്ളം കുടിച്ച് മദ്രാസിൽ പോയി അലയുന്ന കഥയും സിനിമ എന്ന് പറഞ്ഞാൽ വിദൂരമാണ്. കാസറ്റ് പോലും ഇല്ല കാണാനായിട്ട്. സിനിമ എന്ത് കാണും? ഇപ്പോൾ ഏത് സിനിമയും കാണാം. അപ്പം അവർക്ക് അവരുടെ മനസ്സിൽ അവർ സിനിമയ്ക്ക് വേണ്ടി ഒരു സിനിമയിൽ വീണ ആൾക്കാരാണ് ഉള്ളത്. നിങ്ങൾ രണ്ടുപേരും കൂടെ പാട്ടിൽ നടന്നു പോകുന്ന സാധനങ്ങളൊക്കെ അല്ലേ, ചെറിയ സാധനമാണ്, ചെറിയ പാട്ടേ ഉപയോഗിച്ചിട്ടുള്ളൂ, പക്ഷെ അതൊരു സുഖമുള്ളൊരു പരിപാടിയായിരുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും വർക്കൗട്ടായത് ഈ ഷെയിൻ്റെയും മഹിമയുടെയും പാട്ടല്ല. നിങ്ങൾ നടന്നു പോകുന്ന ചെറിയ സീക്വൻസ് ആണെങ്കിലും അതെന്തോ നമ്മൾ ഈ പറയുന്ന ചില സ്ഥലത്ത് അങ്ങനെയാണ് നമുക്ക് ഉടക്കുക,
അതാണ് കൂടുതൽ ഉടക്കിയത്. കാരണം മറ്റേത് എക്സ്പെക്റ്റഡ് ആണ്, നിങ്ങളുടേത് എക്സ്പെക്റ്റഡ് ആയിരുന്നില്ല. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. പാട്ടിൽ നിങ്ങളെ ചിത്രീകരിച്ചതിന് സംവിധായകന് പ്രത്യേക നന്ദി. ഭയങ്കര രസമായിട്ടുണ്ട്. ഈ സ്കൂളിനെ കുറിച്ച് തോട്ട്സിനെ കുറിച്ചും പറയുമ്പോൾ LJPയുടെ സ്കൂളിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് ഒരു പടം എന്ന് പറയുന്നത്. എങ്ങനെയായിരുന്നു ആ സെറ്റിൽ വിത്ത് മമ്മൂക്ക? അത് ഉറപ്പായിട്ടും അതൊരു ഗ്രേറ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കുമല്ലോ. ഞാനൊരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾ, 2 ലെജൻസ് ആണ്, ഡയറക്ടറും വലിയ ലെജൻഡാണ്, ആക്ടറും വലിയ ലെജൻഡാണ്. അപ്പോൾ ഇവരുടെ ഈ ഇടയിൽ നിന്നുകൊണ്ട് അഭിനയിക്കുക എന്ന് പറഞ്ഞത് എനിക്കത് സ്കൂളിംഗ് ആയിട്ട് നോക്കുമ്പോൾ വലിയ തരത്തിലുള്ളൊരു ഹെൽപ്പാണ് ലൈഫിലേക്ക് കിട്ടിയത്. ഇപ്പോൾ ഞാൻ ഡാൻസിൽ അഭിനയ പ്രാക്ടീഷണറാണ്. അപ്പോൾ ഞാൻ അതിൽ ഡെപ്തോട് കൂടിയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ഡാൻസിലേക്ക്, കാരണം ഡാൻസിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ഇതിനകത്ത് നിന്ന് കുറേ ടിപ്സ് ആൻഡ് ട്രിക്സ് കിട്ടും. നമ്മൾ റിയലിസ്റ്റിക് എങ്ങനെ ഡാൻസിൽ ചെയ്യാം എന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒരുപാട് സിനിമയും ആക്ടേഴ്സിനെയും കാണുന്ന ഒരാളാണ് എൻ്റെ പ്രൊഫഷന് വേണ്ടിയിട്ട് തന്നെ. കാരണം ഇത്രയധികം ടിപ്സ് വേറെ എവിടെ നിന്നും കിട്ടില്ല, നമുക്ക് തിയേറ്ററിൽ നിന്നും സിനിമയിൽ നിന്നും കിട്ടുന്നത് പോലെ കിട്ടില്ല. അപ്പോൾ അങ്ങനെ കാണുന്ന ആളാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഉള്ളപ്പോഴാണ്, അങ്ങനെ വളരെ മാഡ്ലി ഞാനത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ കൊണ്ടിങ്ങനെ സിനിമയ്ക്കകത്ത് കൊണ്ട് ഇടുന്നത്. അത് എന്താ പറയുക, വേറെ ലെവൽ ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഇത് എങ്ങനെ എനിക്കറിയില്ല, സിനിമ മാത്രം അറിയുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഡാൻസ് മാത്രം അറിയുന്നവർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ ആഫ്റ്റർ നൻപകലിൻ്റെ ആ ഒരു ഇത് കഴിഞ്ഞ് വന്നതിന് ശേഷം അവിടെ നിന്നുള്ള സ്കൂളിങ് വെച്ചിട്ട് ഞാൻ കൊറിയോഗ്രാഫി വരെ ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ അത്രയ്ക്കും അത് പരീക്ഷിക്കാനുള്ള ഒരു എനർജി എനിക്ക് അവിടെ നിന്ന് തന്നിട്ടുണ്ട്. അത് അപ്പോൾ അത് അത്രയ്ക്കും ഒരു എന്താണ്, ഇപ്പം മമ്മൂക്കയുടെ ഞാൻ എല്ലായിടത്തും ഇത് ചോദിക്കുമ്പോൾ എന്തായാലും നൻപകൽ എന്ന് പറയുന്നത് തന്നെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി. ഞാൻ എന്താ സിനിമയിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതി, മമ്മൂക്കയുടെ വൈഫായിട്ട് നൻപകലിൽ. അവിടെ അതാണ് എൻ്റെ ഐഡൻറ്റിറ്റി, സിനിമയിലെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു എന്താണ്, അതൊരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറുന്നുണ്ടല്ലോ നമുക്ക്. അത്രയ്ക്കും ക്വാളിറ്റി തന്നെയാണ് അവിടെ ചെല്ലുമ്പോൾ മീറ്റ് ചെയ്യുന്നത്. ഇപ്പം മമ്മൂക്കയുടെ മൈന്യൂട്ട് സാധനങ്ങളാണെങ്കിൽ നമുക്കിങ്ങനെ മമ്മൂക്കിനെ കണ്ടു നിന്ന് പഠിക്കുക. അങ്ങനെ പഠിക്കുക ഇൻ ദ സെൻസ്, ഇത് എവിടെ നിന്നാണ് ഇതിങ്ങനെ വരുന്നത് എന്ന് പറയുന്നത്, അത് ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി കാണുക എന്നല്ലാതെ നമുക്ക് അന്നേരം പഠിച്ച് ചെയ്യുക അങ്ങനത്തെ ഒന്നും മൈൻഡിൽ ഉണ്ടാവില്ല. നമ്മൾ അന്നേരം ഇത് ഒരു വലിയ ഷോ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ഒരാളായിട്ട് മാറും. അതായിരുന്നു അവിടുത്തെ ഒരു എക്സ്പീരിയൻസ്. സാറാണെങ്കിലും ഞാനിങ്ങനെ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്യും അവിടെ ചെന്നിട്ട്, ഡയലോഗ്സ് അറിയില്ല, ഇതറിയില്ല, ഒന്നും അറിയില്ല, എല്ലാം സ്പോട്ടിലാണ്. എന്ന് വെച്ചാൽ അധികം ഡയലോഗ്സ് ഇല്ലല്ലോ കഥാപാത്രത്തിന്, പക്ഷെ എന്തുണ്ടെങ്കിലും സ്പോട്ടിലാണ് പറയുക. ഇപ്പം ഇതാണ് സംഭവം എന്ന് അപ്പോഴാണ് പറയുള്ളൂ. അപ്പം ഞാൻ ആലോചിക്കും, ഞാൻ പുതിയ ആളല്ലേ, എനിക്കൊന്നും അറിയില്ലല്ലോ, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ സാറ് വന്ന് ഇങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫൈൻ ടച്ച് ചെയ്യുന്നത് പോലെ, നമ്മൾ പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് അവസാനം ഒരു ചെറിയൊരു ഫൈൻ ടച്ച് ചെയ്യൂലേ, അങ്ങനെ വരും. സാറ് വന്നിട്ട് പറയും, എന്നാൽ ആ ഡയലോഗ് ഒന്ന് പറഞ്ഞോ, എന്നാൽ അങ്ങനെ പറഞ്ഞോ, ഇങ്ങനെ ചെയ്തോ, ഓക്കെ എവിടെ പറഞ്ഞു നോക്കട്ടെ, മതി എന്നിട്ട് പോവും. അപ്പം നമ്മൾ മതിയോ അങ്ങനെ അങ്ങ് പറയും. പിന്നെ അത് കഴിയുമ്പോഴാണ്, സിനിമയിൽ കാണുമ്പോഴാണ് അത് ഇനഫായിരുന്നു എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ എന്താ ചെയ്തു വെച്ചത്, എന്താ കാണിച്ചു വെച്ചത്. പിന്നെ ഞാൻ ഇവരൊക്കെ ഇത്രയും വലിയ ആൾക്കാർ ഒരു സാധനം കണ്ട് അപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിനകത്ത് ചെയ്തിട്ടുണ്ടാവണമല്ലോ. അപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിരുന്നു. അവസാനം ഞാൻ പടത്തിലുണ്ടോയെന്ന് തന്നെ എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ പടം കാണുമ്പോഴാണ് ഓക്കെ, ഇവർ നമ്മളെ കൊണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ച് എടുക്കുകയാണ്. എന്തോ ഒന്ന് നമ്മളിൽ കണ്ടിട്ട് അവർ ആ ഓഡിഷൻ വെച്ച് അങ്ങ് നമ്മൾ സെലക്ട് ചെയ്തു. പിന്നെ അവർ ഇങ്ങനെ കുഞ്ഞി സാധനങ്ങൾ ഇങ്ങനെ ഓൾട്ടർ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കുമ്പോൾ അത് വൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത് പ്രാർത്ഥന, തിയേറ്ററിൽ ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു സുഖം ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് കൈയടിച്ച് ഈ സിനിമ കാണുന്ന സമയത്തുള്ളൊരു സന്തോഷം പറയും ലിറ്റിൽ ഹാർട്സ്. ഇന്ന് ശരിക്കും രാവിലെ ഞങ്ങൾ ഫുൾ കാസ്റ്റും ക്രൂ ആയിട്ടാണ് തിയേറ്ററിൽ പോയപ്പോൾ. ഫുൾ സ്റ്റുഡൻസ് ആയിരുന്നു, ഞങ്ങൾ പോയ തിയേറ്ററിൽ ഫുള്ള് സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ ഫാമിലി ഓഡിയൻസിൻ്റെയും ഈ സ്റ്റുഡൻസിൻ്റെ എല്ലാവരുടെയും നമ്മൾ ചെയ്ത കാര്യങ്ങൾ സ്ക്രീനിലൂടെ വരുമ്പോൾ അവരെ ലൈവായിട്ടുള്ള അവരുടെ റെസ്പോൺസസ് ഒക്കെ കാണുമ്പോൾ ഭയങ്കര അധികം സന്തോഷമായിരുന്നു. കാരണം ആ സമയം ഞങ്ങൾ ഓഫ് സ്ക്രീനിൽ അഭിനയിക്കുമ്പോൾ നമ്മൾ വിചാരിക്കില്ല ഈ സീൻ തിയേറ്ററിൽ വരുമ്പോൾ ഇത്രയും വലിയ ഗംഭീരമായിട്ട് വരുന്നു. അപ്പോൾ അവരുടെ റെസ്പോൺസസ് ഒക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. നമുക്ക് അങ്ങനെ ഒരു ലക്ക് ഉണ്ടായിരുന്നു. കാരണം പ്രീമിയർ മിക്കവാറും നമ്മുടെ ആൾക്കാർ മാത്രം ഇരുന്ന് കാണാൻ അങ്ങനെ ആയിരിക്കുമല്ലോ. ഇതെന്ന് പറയുമ്പോൾ മുക്കാലെന്നല്ല അതിൽ കൂടുതൽ പേര് ഓഡിയൻസും ആൻഡ് ഞങ്ങൾ കുറച്ച് പേര് ബാക്കിലും അങ്ങനെയായിരുന്നു. സോ നമുക്കിങ്ങനെ ലൈവായിട്ട് കാണായിരുന്നു എന്താണ് ഓഡിയൻസിന്റെ റിയാക്ഷൻ എന്നുള്ളത്. അതാണ് നമ്മള് പറയുന്നത്. എന്തായാലും നിങ്ങളുടെ എല്ലാം കുഞ്ഞു ഹൃദയം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് നിങ്ങൾ രണ്ടുപേരുടെയും ജോഡി എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഇത് ശരിയായ മതിയെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അതേപോലെ നടന്നു, അത് നന്നായി.
എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ഈ സിനിമ കാണുക, എങ്കിലും നിങ്ങൾക്ക് ഇത് മനസ്സിലാവുള്ളൂ. കുഞ്ഞു കുഞ്ഞു തമാശകളാണുള്ളത്, പക്ഷേ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നന്ദിയുണ്ട് സംസാരിക്കാൻ. Thank you. താങ്ക് യു.